ഇതുവരെ കേരളപ്പിറവിക്ക് ശേഷം നമ്മൾ കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിൻ്റെ പാതയിലേക്കാണ് നമ്മുടെ രാജ്യം അതല്ലെങ്കിൽ രാജ്യത്തെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണ മുൻകാലങ്ങളിൽ അത് ഇടതുമുന്നണിയായാലും അതല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയായാലും 5 വർഷത്തെ ഭരണനേട്ടം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തുള്ള പോരായ്മകളെ പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേടുന്നതെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജാതിയും മതവും പറഞ്ഞുകൊണ്ട് സമുദായങ്ങളിൽ ധ്രുവീകരണമുണ്ടാക്കി ഏത് രൂപത്തിൽ ഇനി വരാനിരിക്കുന്ന 5 വർഷം കൂടി തങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണശാലയാക്കിയിട്ട് കേരളത്തെ മാറ്റുവാൻ ശ്രീ പിണറായി വിജയൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പുതിയ അനുഭവം. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ എതിർപ്പുകളൊക്കെ രംഗത്തുണ്ട്. നമ്മൾക്ക് CPM-നെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയ മത ചിന്താഗതികൾക്ക് അതീതമായി മനുഷ്യനെ ഒന്നായി കാണുന്ന ഒരു മഹത്തായ സംഹിതയാണ് എന്നാണ് അവർ പറയുന്നതും നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ AK ബാലൻ്റെ പ്രസ്താവനയായാലും വാസവൻ്റെ പ്രസ്താവനയായാലും വള്ളാപ്പള്ളി നടേശൻ നടത്തിയ ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറിയുടെ അനുകൂല പ്രസ്താവനയായാലും മുഖ്യമന്ത്രിയുടെ നിലപാടായാലും അവസാനമായി AP അബൂബക്കർ മുസ്ലിയാർ നയിച്ച അദ്ദേഹത്തിൻ്റെ കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിനെ തുടർന്ന് ഒരു മറുപടി എന്ന രൂപത്തിൽ ഇൻഡയറക്റ്റായി VD സതീശൻ നടത്തിയ പ്രസംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയ വലിയ ചർച്ചയെന്ന് പറയുന്നത് ഒരു വിഭാഗത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് നമുക്ക് BJP ആണെങ്കിൽ മനസ്സിലാക്കാം. കാരണം അവരുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ന്യൂനപക്ഷ ഭൂരിപക്ഷ വിഭാഗീയത ഉണ്ടാക്കി അതിൽ നിന്ന് നേട്ടം കൊയ്യുക എന്നുള്ളത് ഇന്ത്യ മുഴുവൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായി പാർലമെൻറ്റ് മെമ്പർമാർ എണ്ണം നോക്കിയാൽ BJPക്ക് അംഗബലം വളരെ കുറവ്. പക്ഷേ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു മതം പറയുകയാണ്, ജാതി പറയുകയാണ്. മലപ്പുറത്തും കാസർഗോഡും ആളുകളുടെ പേര് നോക്കിയാൽ അറിയാം എങ്ങനെയാണ് വിജയിച്ചു വരുന്നത്. അടുത്ത തവണ UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരമന്ത്രി പദത്തിലേക്ക് വരുന്നത്. അടുത്ത തവണ UDF വന്നാൽ മൂന്നാം മാറാട് ആവർത്തിക്കും എന്ന രൂപത്തിലുള്ള പ്രചരണം ആരെ ഉദ്ദേശമാണ് ഇടതുപക്ഷവും അതല്ലെങ്കിൽ CPM നേതാക്കളും പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ നടത്തുന്നത്? നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഹിന്ദു മുസ്ലിം റിഫ്റ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് നേട്ടം കൊയ്യാമോ എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ ഉത്ബുദ്ധരായ ജനങ്ങൾ, കേരളത്തിലെ രാഷ്ട്രീയബോധമുള്ള ജനങ്ങൾ ഇത്തരം പ്രചരണങ്ങൾ അകപ്പെടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.